ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ആലോചിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പരമ്പരയിൽ കുർബാനയിലെ പ്രധാനപ്പെട്ട വചന ശുശ്രൂഷയെക്കുറിച്ച് നമുക്കിന്ന് ആലോചിക്കാം. പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ വചനം മുറിക്കലും അപ്പം മുറിക്കലുമായ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് കാണാം. വചനം മുറിക്കൽ ശുശ്രൂഷയാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും പ്രതീകങ്ങളാകുന്നതിനെക്കുറിച്ച്, വിശുദ്ധ കുർബാനയിൽ അബ്രഹാമിൻ്റെ ബലി പ്രതീകമാകുന്നതിനെക്കുറിച്ച്, ആബേൽ മുതലുള്ള യാഗാർപ്പണങ്ങളുടെ എല്ലാ സവിശേഷതകളും പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ച് നമ്മൾ മുൻ ലക്കങ്ങളിൽ ചിന്തിച്ചതാണ്. പരിശുദ്ധ കുർബാനയിൽ വചന ശുശ്രൂഷയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത് പഴയ നിയമ പ്രതീകങ്ങളിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് വചനം വിശുദ്ധീകരിക്കുകയെന്നും ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതെന്നും നമുക്ക് ഈ ലക്കത്തിൽ പരിശോധിക്കാം. പരിശുദ്ധ കുർബാനയിൽ രണ്ട് ഭാഗങ്ങൾ ചിന്തിച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം വചനം മുറിക്കൽ ശുശ്രൂഷയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ 42-ാം തിരുവചനത്തിൽ നമ്മളത് വായിക്കും. ആദിമ ക്രൈസ്തവർ എങ്ങനെയാണ് സമ്മേളിച്ചിരുന്നത്, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നത് എന്നതിനെക്കുറിച്ചാണ് ആ ഭാഗം. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യത്തോടെ പങ്കുചേർന്നു. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ താല്പര്യത്തോടെ പങ്കുചേരുന്ന ജനം. കുർബാനയുടെ ഒരു പൂർവ്വ മാതൃകയായിട്ട് നമുക്ക് കാണാവുന്നത് ഒന്ന് ഈ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതിനു മുൻപ് ക്രിസ്തു യാഗാർപ്പണത്തെ വെളിപ്പെടുത്തുന്നത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യത്തിലാണ്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയും. രണ്ട് ഘട്ടങ്ങളിലാണ് കുർബാന അവിടെ സവിശേഷമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ആദിമ ക്രൈസ്തവർ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാഗ്രൂപത്തിൽ എങ്ങനെയാണ് പങ്കുചേർന്നിരുന്നത്, പ്രധാനപ്പെട്ടതായി കണ്ടിരുന്നത് അപ്പോസ്തലന്മാരുടെ പ്രബോധനമാണ്. അന്ന് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് വിശദമായി സംസാരിക്കുമായിരുന്നു. ആ സംസാരമാണ് സുവിശേഷ രചനയിലേക്ക് പോലും അവരെ നയിക്കുന്നത്. ആ വിവരണങ്ങളാണ്. ഈ വിവരണങ്ങൾ കേട്ട് ഹൃദയം നുറുങ്ങിയ ജനതയുടെ മുമ്പിലാണ് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ കൊണ്ടാടപ്പെട്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ടതായി ഈ പ്രാഗ്രൂപത്തിൽ മുതൽ ആരംഭിക്കുന്ന വചന ശുശ്രൂഷ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങളിൽ 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് യാത്ര പോവുകയാണ്. എമ്മാവൂസിലേക്ക് പോവുക എന്നാൽ ജെറുസലേമിൽ നിന്ന് അകന്നു പോകുക എന്നാണ് അർത്ഥം. ജെറുസലേം പീഡകളുടെ നഗരമായി മാറുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വേട്ടയാടപ്പെടും. അവർ ഭയചകിതരായി. അങ്ങനെ ഭയന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരുടെ കൂടെ ക്രിസ്തു യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന ക്രിസ്തു ഒടുവിൽ അപ്പം മുറിച്ച് അവർക്ക് വിളമ്പുമ്പോൾ കുർബാനയുടെ പൂർണ്ണരൂപം അവർക്ക് വ്യക്തമാകുന്നു. അവർ ക്രിസ്തുവിനെ പിന്നെ കാണുന്നില്ല. അത് ക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിയുന്നു. ആ പോകുന്ന യാത്രയിൽ ശിഷ്യന്മാരോട് കൂടെ നടക്കുന്ന അപരിചിതനായൊരു മനുഷ്യൻ അവരോട് എന്താണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്. അവർ തിരിച്ചു ചോദിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തവനാണോ നീ? യേശു അവരുടെ വിലാപം, അവരുടെ സങ്കടം കേട്ട് അവരോട് തിരിച്ചു ചോദിക്കുന്നത്, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് നിറവേറുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ്. എന്നിട്ട് മോശ മുതൽ പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു, വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 25 മുതൽ 27 വരെ തിരുവചനങ്ങളിൽ ഈ വ്യാഖ്യാന ഭാഗമാണ്. അങ്ങനെ വ്യാഖ്യാനങ്ങൾ കേട്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോഴും ആ വ്യാഖ്യാനങ്ങൾ കേട്ട് അവർ ഒരു സത്രത്തിൽ കയറുകയാണ്. സന്ധ്യയായി, നാഥ ഞങ്ങളോട് കൂടെ വസിച്ചാലും എന്നവർ
ഈ അപരിചിതനോട് പറയുന്നു. ആ അപരിചിതൻ അവർക്ക് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ച് വിളമ്പുന്നു. അങ്ങനെ വിളമ്പുമ്പോൾ അവരുടെ മുൻപിൽ നിന്ന് അവൻ അപ്രത്യക്ഷനാകുന്നു. അപ്പോഴാണ് അവർ വചനത്തെക്കുറിച്ച് ഓർക്കുന്നത്. 25 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞ വ്യാഖ്യാനത്തെക്കുറിച്ച് ഓർക്കുന്നത്. എന്നിട്ട് അവർ പറയാണ്, ആ വചനം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഹൃദയം ജ്വലിക്കുമ്പോഴാണ് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ യഥാർത്ഥത്തിൽ അനുഭവപ്രദമായി മാറുക. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പരിശോധിക്കാനും ദൈവവചനത്തെ സ്വീകരിക്കാനും ഹൃദയം തയ്യാറാകുമ്പോൾ മാത്രമാണ് ഒരു കാഴ്ചവെപ്പിന് നമ്മുടെ ഹൃദയം സന്നദ്ധമാകുക. അപ്പോഴാണ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുക. കാഴ്ചവെപ്പും ദൈവൈക്യ ശുശ്രൂഷയും അതിൻ്റെ മുൻപിലുള്ള ദൈവവചന ശുശ്രൂഷയെ ആശ്രയിച്ചാണ് അനുഭവപ്രദമായി മാറുക. ഇനി അപ്പോസ്തലന്മാരുടെ പ്രബോധനം എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തികളിലെ കൂട്ടായ്മയുടെ മധ്യേ ഉണ്ടായ പ്രഘോഷണം, യേശു എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരോട് വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു കൊടുത്ത ഭാഗം, അത് തന്നെയാണ് വിശുദ്ധ കുർബാനയിലും ദൈവവചന ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭ്യമാകുക. ദൈവവചന ശുശ്രൂഷയിൽ നാം പ്രധാനമായും പഴയ നിയമം, പ്രവാചകന്മാരടക്കമുള്ള കാര്യങ്ങൾ, സങ്കീർത്തനം, സുവിശേഷം, ലേഖന ഭാഗം എന്നിവയെല്ലാം നാം വായിച്ചു കേൾക്കും. ഈ വായിച്ചു കേൾക്കുന്ന ഭാഗം യഥാർത്ഥത്തിൽ പ്രഘോഷണമാണ്. അത് കേവല വായനയല്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് വായനയായിട്ടാണ്. അതെല്ലാം പ്രഘോഷണമാണ്. അതുകൊണ്ട് പ്രഘോഷണത്തിന് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ഞായറാഴ്ച ആഘോഷങ്ങളിൽ ആരായിരിക്കും പഴയ നിയമ ഭാഗങ്ങൾ വായിക്കുക? അൽമായരായിരിക്കും. യഥാർത്ഥത്തിൽ ലെക്ചർ ഓർഡർ എന്ന് പറയുന്നൊരു ഓർഡറുണ്ട്. വേദപാഠകൻ എന്ന് മലയാളത്തിൽ പറയാം. വേദപാഠകൻ. അതിനൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കൂടി ലെക്ചർ പട്ടം സ്വീകരിക്കണം. ഉത്തരേന്ത്യയിൽ വെച്ചാണ് മേഘനഗറിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ലെക്ചർ ഓർഡർ കിട്ടുന്നത്. ലെക്ചർ ഓർഡർ പ്രത്യേകമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ പറയാം. സാധാരണ നമ്മൾ വന്ന് വായിക്കുന്നവരൊക്കെ എങ്ങനെയാണ്? പുസ്തകം നോക്കി അങ്ങ് വായിച്ചിട്ട് പോവുകയല്ലേ ചെയ്യുക. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. പുസ്തകത്തിൽ നോക്കി, വേദപാഠത്തിൽ നോക്കി നമ്മൾ വചനം ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് ആളുകളുടെ നേരെ നോക്കി കണ്ണ് തുറന്ന് വചനം നമ്മൾ അവരോട് പറയണം. അങ്ങനെയാണ് ശരിക്കും വായിക്കേണ്ടത്. വെറും വായനക്കാരനല്ല, വേദപാഠകനാണ്, പ്രഘോഷകനാണ്. പഴയ നിയമ ഭാഗങ്ങളും ലേഖനവും വായിക്കുന്ന അൽമായർ സാധാരണഗതിയിലെ പുസ്തകം നോക്കി അങ്ങ് വായിച്ചു പോവുകയാണ് ചെയ്യുക. ശരിക്കും അങ്ങനെ വായിക്കേണ്ടതല്ല. അതിനെ നിർത്തി വായിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. അത് ആളുകളുടെ മുഖത്ത് നോക്കി പറയണമെന്നാണ്. അതിനൊരു കോഴ്സ് തന്നെ നൽകപ്പെടുന്നുണ്ട്. അതിനുശേഷം മെത്രാൻ വന്ന് ഒരു പട്ടമായിട്ടാണ് നൽകുക. ലെക്ചർ ഓർഡർ, വേദപാഠക പട്ടം, അത് നൽകും. അങ്ങനെ പട്ടം സ്വീകരിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വചനം പറയുക എന്നത്, അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുക എന്നത് പരിശുദ്ധ കുർബാനയിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്നറിയണം. വചന ശുശ്രൂഷയിൽ ഇപ്രകാരം വചനം പ്രഘോഷിക്കുകയും പുരോഹിതൻ സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തതിന് ശേഷം സുവിശേഷത്തെ സംബന്ധിച്ചും പഴയ നിയമത്തെ സംബന്ധിച്ചും അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച്, അന്നത്തെ ആവശ്യമനുസരിച്ച്, ജീവിത സന്ദർഭങ്ങൾക്ക് യോജിച്ച രീതിയിൽ ആ വചനത്തെ വ്യാഖ്യാനം ചെയ്യണം. അങ്ങനെ വ്യാഖ്യാനം ചെയ്യുന്ന ഈ ഭാഗം അടങ്ങുന്നതാണ് വചന ശുശ്രൂഷ. ആ വചന ശുശ്രൂഷ യഥാർത്ഥത്തിൽ പ്രവാചക ദൗത്യത്തിൻ്റെതാണ്. ഇന്നത്തെ ലോകത്ത് നാം ആയിരിക്കുന്ന സ്ഥലത്ത്, ജീവിത സന്ദർഭത്തിൽ എപ്രകാരമാണ് ക്രിസ്തുവിൽ നാം വ്യാപരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കണം. ഒപ്പം തന്നെ ഒരു പഴയ നിയമകാല ജനതയുടെ ഭാഗമാണ് നമ്മൾ പടിപടിയായി ദൈവാവിഷ്കാരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണ് ബലിമേശയിൽ എന്ന ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റണം. അപ്പോസ്തലന്മാർ അവരുടെ ജീവിതകാലത്ത് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുവിശേഷ പ്രഘോഷണമാണ്. പ്രഘോഷണം ക്രിസ്തുവിനെക്കുറിച്ചാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ക്രിസ്തുവിനെ ഒറ്റ വ്യക്തിയായി പറയുകയല്ല ചെയ്യുന്നത്. പഴയ നിയമം പ്രവചിച്ചിരുന്ന, പഴയ നിയമം മുൻപോട്ട് വച്ചിരുന്ന, പഴയ നിയമം നമുക്ക് മുൻകാലെ കൂട്ടി പറഞ്ഞു തന്ന ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള ആവിഷ്കാരമായിട്ടാണ്, അവതാരമായിട്ടാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുക. അതുകൊണ്ട്
പഴയ നിയമത്തിൽ ആരംഭിച്ച് പുതിയ നിയമത്തിൽ യേശു സംഭവത്തെക്കുറിച്ചുള്ള പ്രഘോഷണമായി മാറുന്ന സുവിശേഷ പ്രഘോഷണം ഒരു വ്യാഖ്യാന തലത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനം അപ്പോസ്തലന്മാരുടെ കത്തുകളിലൂടെ ഉണ്ടായ വ്യാഖ്യാനത്തെ തുടർന്ന് ആനുകാലിക സന്ദർഭത്തിൽ സഭ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നിടത്ത് എത്തിച്ചേരണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ വചന ശുശ്രൂഷയായിട്ട് മാറുക. അവിടെ നമുക്ക് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പഴയ നിയമ ഭാഗത്തെക്കുറിച്ചാണ് ഈ പുതിയ നിയമത്തിലൂടെ നമ്മോട് പറയുന്നത്. പുതിയ നിയമത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അതിൻ്റെ പിൻഭാഗമായി ഒരു പഴയ നിയമത്തെ കാട്ടിത്തരും. ഒപ്പം തന്നെ അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തെക്കുറിച്ച് പറയും. ആനുകാലിക സന്ദർഭത്തിൽ എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് അത് തിരിച്ചറിയേണ്ടത് എന്ന് കുർബാനയിലെ വചന ശുശ്രൂഷ നമ്മെ പഠിപ്പിക്കും. പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയെക്കുറിച്ച്, കൗദാശിക അർപ്പണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വ്യക്തമായി പറയാം. എങ്കിലും ഒരു കാര്യം പറയാം, നാം കേൾക്കുന്ന ഏത് സുവിശേഷ പ്രഘോഷണത്തെക്കാളും ആധികാരികമായ വചന ശുശ്രൂഷ ബലിമേശയിലെ വചനം മുറിക്കൽ ശുശ്രൂഷയാണ്. അത് ആധികാരികമാണ്. അതുകൊണ്ടാണ് പുരോഹിതർ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ അത് ചിട്ടയായി 1, 2, 3 എന്നൊക്കെ ഭാഗങ്ങളായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നത്. തയ്യാറെടുത്തിട്ട് വേണം അത് പറയാൻ എന്നാണ് പ്രത്യേകമായ നിബന്ധനയുള്ളത്. നമ്മളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സാധാരണഗതിയിൽ സംസാരിക്കുന്നു, വചനത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ പറയുന്ന കാര്യം എത്രത്തോളം അറിവ് വിളമ്പുന്നതാണെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നതാണെങ്കിലും ആ പ്രഘോഷണങ്ങളൊക്കെ ഇപ്രകാരമുള്ള ഒരു ആധികാരികത ഇല്ലാത്തതാണെന്നറിയണം. അത് ഏത് സുവിശേഷ പ്രഘോഷകനും ഏത് പുരോഹിതനായാലും കുർബാനയ്ക്കകത്ത് പറയുന്ന വചന ശുശ്രൂഷയും കുർബാനയ്ക്ക് പുറത്ത് പറയുന്ന വചന ശുശ്രൂഷയും രണ്ടും രണ്ടാണ്. കുർബാനയിൽ പറയുന്ന വചന ശുശ്രൂഷ യഥാർത്ഥത്തിൽ അത് ആധികാരികമാണ്. ആ ആധികാരികത ഒരു പുരോഹിതൻ തന്നെയും പൊതുവേദിയിൽ പറയുമ്പോഴില്ല എന്ന കാര്യം ഓർക്കണം. അത് നമ്മളിപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചും മതബോധന ഗ്രന്ഥത്തെ സംബന്ധിച്ചും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആയിരിക്കാം നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ആധികാരികത ഈ കുർബാനയിൽ പറയുന്ന വചന ശുശ്രൂഷയ്ക്കുണ്ട്. കാരണം അത് ആധികാരികതയുള്ളതാണ്. അത് ഈ പ്രതീകങ്ങളിൽ നിന്ന് വരുന്നതാണ്. പഴയ നിയമ പ്രതീകങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരികയാണ് ചെയ്യുക. പഴയ നിയമ പ്രതീകങ്ങൾ പുതിയ നിയമത്തിൽ യേശു സംഭവമായി മാറുന്നതിനെക്കുറിച്ചും അങ്ങനെ യേശു സംഭവമായി മാറിയ ദൈവാവിഷ്കാരത്തെ അപ്പോസ്തലന്മാർ വ്യാഖ്യാനിക്കുന്ന ലേഖനങ്ങൾ നാം വായിക്കുകയും ആ ലേഖനങ്ങളിലൂടെയും ഉണ്ടായ ആകെത്തുകയെ ആനുകാലിക സന്ദർഭത്തിൽ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതെന്ന് പുരോഹിതൻ വ്യാഖ്യാനിക്കും. അങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണം ഉണ്ടാവേണ്ടത്. നിർഭാഗ്യവശാൽ പലപ്പോഴും സുവിശേഷ പ്രഘോഷണങ്ങൾ അങ്ങനെയല്ല കുർബാനയിൽ സംഭവിക്കാറുള്ളതെന്നാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഈ പ്രഘോഷണം ഇല്ലാതെ തന്നെ കുർബാന നടത്താനായിട്ട് നമ്മൾ തയ്യാറാകും. മാർപ്പാപ്പ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് 8 മിനിറ്റ് കൊണ്ട് സുവിശേഷ പ്രഘോഷണം ഞായറാഴ്ചകളിൽ അവസാനിപ്പിക്കണം. എന്താണ് ഇതിൻ്റെ സാരാംശം, എങ്ങനെയാണ് ഇന്ന് അനുഭവപ്പെടുക, എങ്ങനെയാണെന്നത് പ്രയോഗവൽക്കരിക്കുക എന്ന കാര്യമാണ് പറയേണ്ടത്. അങ്ങനെ ചിട്ടയായിട്ട് പറയണം എന്ന നിബന്ധനയുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 3 മിനിറ്റും വിശേഷ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഞായറാഴ്ച അടക്കമുള്ള വിശേഷ ദിവസങ്ങളിൽ അത് 8 മിനിറ്റ് വരെ നീളാം എന്നാണ് ഇപ്പോൾ നിലവിലുള്ള നിർദ്ദേശം. അപ്പോൾ ഇനി നമ്മൾ ഈ പ്രവാചക വചസ്സുകൾ എങ്ങനെയാണ് ആധുനിക കാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്തിനാണ് പരിശുദ്ധ കുർബാനയിൽ പഴയ നിയമ ഭാഗങ്ങൾ ഇപ്പോഴും നമ്മൾ വായിക്കുന്നത്? നമ്മൾ രക്ഷ ആരംഭിക്കുന്നിടം മുതൽ ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന ഇടം വരെയുള്ള ഒരു ദീർഘമായ ചരിത്രം നമ്മിൽ ഓരോരുത്തരിലും സംക്ഷിപ്തമായിട്ടുണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നു. ഞാനും നിങ്ങളും ഒറ്റപ്പെട്ട വ്യക്തികളല്ല, ഒരു കടന്നുപോരലിൻ്റെ ഭാഗമാണ് നമ്മൾ ആരംഭിക്കുന്ന നമ്മുടെ ജീവിതം നമ്മുടെ അറിവിലുള്ളത് ജനനം മുതലാണ്. യഥാർത്ഥത്തിൽ ജനിക്കുമ്പോഴല്ലല്ലോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. എന്ന് ജനിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡേറ്റ് പറയാൻ പറ്റും. അത് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞ ഡേറ്റാണ്, നമ്മൾ നേരിട്ട് കണ്ടതല്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ദൈവം എന്നാണ് ഉണ്ടായത്, നമ്മളുണ്ടായത് എന്നാണെന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. അത് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് ജനനത്തിലല്ല. സാധാരണഗതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പശു തുടങ്ങിയ കന്നുകാലികളുടെ ഉദരത്തിൽ കുഞ്ഞുള്ളത് അവർക്ക് അറിയില്ല. പ്രസവിച്ച് കുഞ്ഞ് താഴെ വീഴുമ്പോഴാണ് ഈ അമ്മ കുഞ്ഞാണ് തൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന അറിയുക. അപ്പോൾ അതിനെ നക്കി തോർത്തി അതിൻ്റെ അഴുക്കൊക്കെ മാറ്റി അതിന് പാല് കുടിക്കാനൊക്കെ അമ്മ സഹായിക്കും. അത്രയും സമയത്ത് ഈ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഈ കന്നുകാലിക്കില്ല. മനുഷ്യനെ സംബന്ധിച്ചപ്പോഴാണ് സ്ത്രീയുടെ ഉദരത്തിൽ കുട്ടി രൂപപ്പെടുന്ന സമയം മുതൽ അമ്മ കുഞ്ഞിനെ ലാളിക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങും. ദൈവമാകട്ടെ
അനാദി മുതലേ നമ്മെ അറിയുന്നവനാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഇന്നുള്ളവരല്ല, ഇന്നലെ മുതലും നാളേക്കുമുള്ളവരാണ്. അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും ജീവിക്കുന്നവരാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്നത് മുതൽ ഈ ലോകത്തായിരുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഒരു പൂർവികതയുടെ ലോകത്തെ മുഴുവൻ ഉൾച്ചേർന്നിട്ടാണ് ഞാനും നിങ്ങളുണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നു, നമ്മൾ കണ്ടുപിടിച്ചതല്ലല്ലോ, കുറേ കാലമായി നമ്മുടെ പൂർവികരിലൂടെ കടന്നു വന്നൊരു ഭക്ഷണമാണ്. അത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് വന്നതല്ല, അവരുണ്ടാക്കിയതല്ല, അതും ഇങ്ങനെ കടന്നു വന്നതാണ്. അങ്ങനെ നമ്മുടെ പഴയ ജീവിതത്തെ മുഴുവൻ ഒരു പുതുമയിലേക്ക് കൊണ്ടുവരികയാണ് യേശു സംഭവത്തിൽ. ആ യേശു സംഭവത്തിൻ്റെ ഭാഗമായി നമ്മളും മാറിയിട്ടുണ്ട് എന്ന കാര്യം പറയണമെങ്കിൽ ഈ പഴയ നിയമ ഭാഗം പറഞ്ഞു തരൂ. അതുകൊണ്ട് കുർബാനയിൽ പഴയ നിയമം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. അത് ഇപ്പം നമ്മളോട് എന്തെങ്കിലും പറയുന്ന കാര്യമല്ല, നമ്മൾ അങ്ങനെ ആയിരുന്നു, അതായിരുന്നു നമ്മുടെ സ്ഥിതി. എന്നിട്ട് യേശു സംഭവത്തിൽ നമ്മൾ യേശുവിലേക്ക് വരുന്നു. യേശുവിലായിത്തീർന്ന നമ്മൾ യേശു സംഭവത്തിൽ യാഗമായി മാറേണ്ടവരാണെന്ന ബോധ്യത്തിൽ എത്തിച്ചേരുകയും നമ്മെ തന്നെ കാഴ്ചവെക്കുകയും ബലിയുടെ ഭാഗമായി തീരുകയും ചെയ്തതിന് ശേഷം ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം, കൊളോസ്യർ 2:20 പറയുന്നത് പോലെ, പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കിയാൽ നിങ്ങൾ സ്വർഗത്തിലുള്ളവയെ നോക്കി ജീവിക്കണം. ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായൊരു കടന്നു പോകലാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അവിടെയാണ് പഴയ നിയമത്തിന് പ്രാധാന്യമുള്ളത്. പഴയ നിയമ പ്രവചനങ്ങളെ നമ്മൾ ശ്രദ്ധാപൂർവം സ്വീകരിക്കുന്നു. പഴയ നിയമ ഭാഗങ്ങളെ, ഉൽപ്പത്തി മുതൽ ഉള്ള എല്ലാ ഭാഗങ്ങളെയും പഴയ നിയമ വായനയിൽ നമ്മൾ എടുക്കും. പ്രവാചകന്മാർ അവയെല്ലാം പ്രഘോഷിച്ചതും വ്യാഖ്യാനിച്ചതും നമ്മൾ സ്വീകരിക്കും. അവയെല്ലാം കേട്ടുകൊണ്ടാണ് യേശു സംഭവമായ പുതിയ നിയമത്തിലേക്ക്, സുവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ആ സുവിശേഷ വെളിച്ചത്തെ നമുക്ക് അനുഭവവേദ്യമാകാൻ വേണ്ടി വ്യാഖ്യാനിച്ചവയാണ് ലേഖനങ്ങൾ. ആ ലേഖനങ്ങളെ നമ്മൾ സ്വീകരിക്കും. എന്നിട്ട് ഇന്ന് എന്താണ് വചനം നമ്മോട് പറയുന്നത് എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരും. വചനം നമ്മോട് എന്തായാലും പറയുന്നത് മുറിച്ചു വിളമ്പാനാണ്. ആ മുറിച്ചു വിളമ്പലിൻ്റെ സാധ്യത, സാഹചര്യം, ആവശ്യകത, അവയെക്കുറിച്ചെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി പുരോഹിതൻ പ്രഘോഷിക്കും. അവിടെ പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യത്തെ നിർവഹിക്കുന്ന സ്ഥലമാണ്. ഈ പ്രവചനമാണ് യഥാർത്ഥത്തിൽ, ഈ പ്രവാചക ദൗത്യത്തിലൂടെയുള്ള പ്രബോധനമാണ് യഥാർത്ഥത്തിൽ ആനുകാലിക ലോകത്തെ ജീവിതത്തെ എങ്ങനെയാണ് നാം മുറിച്ചു വിളമ്പേണ്ടത്, എങ്ങനെയാണ് നാം നോക്കിക്കാണേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് കുർബാനയിലെ വചന ശുശ്രൂഷ പ്രതീകാത്മകമായ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. ആ പ്രതീകങ്ങളൊക്കെ ഇപ്പോഴും വാലിഡാണെന്ന് ഓർക്കണം. അവയെല്ലാം ഇപ്പോഴും ആവശ്യമാണെന്ന് ഓർക്കണം. ഈ ബോധം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, വന്ന വഴി മറക്കരുതെന്ന് പറയുമല്ലോ. ഈ വന്ന വഴി മറക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് എങ്ങനെയാണ് നാം മോചനം പ്രാപിച്ചതെന്ന്. എഫേസ്യർ 4:21 പറയുന്നത് പോലെ, ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നും, എങ്ങനെയാണ് ക്രിസ്തുവിൽ മുന്നേറേണ്ടതെന്നും, എങ്ങനെയാണ് ബലിയായി തീരേണ്ടതെന്നും റോമർ 12:2 പറയുന്നത് പോലെ, നിങ്ങളുടെ സജീവ ശരീരങ്ങളെ ഒരു യാഗമായിട്ട് അർപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് മനപരിവർത്തനം വരുത്തേണ്ടതെന്നും, നല്ലതും ഉചിതവും പ്രീതികരവുമായവ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുമെന്നും വ്യക്തമായി പഠിപ്പിക്കുകയാണ് കുർബാനയിൽ. കുർബാനയിൽ ഇങ്ങനെ ഒരു പ്രബോധനപരമായ അംശമുണ്ട്. ആ പ്രബോധനം ഒരു പൂർവിക പ്രതീകത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണെന്ന് നാം ഓർക്കണം. എങ്ങനെയാണ് ഈ സുവിശേഷം വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം എടുത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഒക്ടോബർ 2. ഒക്ടോബർ 2-ാം തീയതി ആഗോളസഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കേണ്ട വചനങ്ങളായി നൽകുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളും, സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10 തിരുവചനങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങളെയും കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെയാണ് കുർബാനയ്ക്കകത്ത് ഈ വചനം വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് മനസ്സിലാവും. ആ വചനം വ്യാഖ്യാനിക്കുമ്പോൾ, വചനം വ്യാഖ്യാനിക്കേണ്ട ആധികാരികമായ ഇടം കുർബാനയാണ്. കുർബാന മധ്യയാണ് ആധികാരികമായ പ്രഘോഷണം. ഇത് അധികാരപൂർണമായ വചനമാണ്, വചനം മുറിക്കലാണ്. അപ്പോൾ അത് വളരെ വ്യക്തതയോടെയും ചിട്ടയോടെയും ചെയ്യേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക. ഒക്ടോബർ 2-ന്റെ വായന, ആ വായനയാണ് ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത്. അവിടെ ആഗോളസഭ ഇന്ന് നൽകുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20 മുതൽ 23 വരെ. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൊണ്ടുവരികയും ചെയ്യും. തുടർന്ന് വചനം പറയാണ്, അവൻ പറയുന്നതെല്ലാം ആദരപൂർവം അനുസരിക്കണം, അവനെ പ്രകോപിപ്പിക്കരുത്, എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും അവൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ,
പെരീസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നമ്മെ രക്ഷിക്കാനായ ഒരു കാവൽ ദൂതനുണ്ട് എന്നൊരു കാര്യമാണ് പഴയ നിയമഭാഗം ഓർമ്മിപ്പിക്കുന്നത്. ഈ പഴയ നിയമഭാഗത്തെ ക്രിസ്തുവിൽ എങ്ങനെയാണ് പൂർത്തീകരിക്കുക എന്ന് സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയും 10 തിരുവചനങ്ങൾ അത് വ്യക്തമാക്കി തരും. സുവിശേഷ ഭാഗം ഇങ്ങനെയാണ്: സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ? ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിക്കുകയാണ്. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആത്മീയ ശിശുത്വത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഒരു കാവൽ ദൂതൻ നമുക്കുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ നിമിഷവും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പ്രധാനമായും സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞത്. ഇനി ഈ 2 ഭാഗങ്ങളെ നമുക്ക് ഓർത്തു നോക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത നേരിടുന്ന പ്രതികൂലങ്ങളെ നേരിടാൻ ദൈവം പക്ഷം ചേരുകയും നമ്മെ എതിർക്കുന്നവർക്ക് എതിരാളിയായി നിൽക്കുകയും ചെയ്യുന്നതാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പഴയ നിയമകാല ജനത യുദ്ധങ്ങളുള്ള ജനതയാണ്. അതല്ലെങ്കിൽ ശത്രുക്കളെ നേരിടാൻ തങ്ങളെ പ്രാപ്തരാക്കുന്നത് ദൈവമാണെന്ന് കരുതുന്ന ജനതയാണ്. പഴയ നിയമം എപ്പോഴും എങ്ങനെയാണ്? പ്രതീകാത്മകമായിട്ടാണ്. പഴയ നിയമ സംഭവങ്ങളെ ആനുകാലിക ലോകത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. പഴയ നിയമകാലം ആ കാലഘട്ടത്തിനനുസരിച്ച വ്യാഖ്യാനമാണ്. പഴയ നിയമത്തിൽ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തിൽ ഏത് പ്രവൃത്തികളെയും നിങ്ങൾക്ക് നേരിടാമെന്നാണ് പഠിപ്പിക്കുന്നത്. പഴയ നിയമഭാഗത്ത് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ എതിർക്കുന്നവരെ ഞാൻ എതിർക്കുമെന്ന് ദൈവം പറയുന്നില്ല. അത് പഴയ നിയമകാലമാണ്. അന്നത്തെ ജനതയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അത് സംസാരിക്കുന്നത്. അവർ ഗോത്രങ്ങളായി തിരിഞ്ഞ് കലഹിക്കുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്നൊരു കാലമാണ്. ആ കാലത്ത് ദൈവം അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവൂ. ഇന്നത്തെ കാര്യം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആധുനികമായ ലോകക്രമവും സാമൂഹിക ക്രമവും രൂപപ്പെട്ടു വന്ന സാഹചര്യങ്ങളിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് പഴയതിൽ നിന്ന് വ്യത്യസ്തമായ മാനങ്ങൾ ഉണ്ടാകുന്നത്. പഴയ നിയമകാലത്ത് ശത്രു നിലനിൽക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ശത്രുത അവസാനിക്കുന്നത് വരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുമ്പോൾ നിന്റെ ശത്രു എൻ്റെയും ശത്രുവായിരിക്കുമെന്ന് ദൈവം പറയും. നിന്റെ പക്ഷത്ത് ഞാനുണ്ട് എന്ന് പറയാനാണ് പഴയ നിയമം ശ്രമിക്കുന്നത്. പഴയ നിയമം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു ജനതയെക്കുറിച്ച് പറയും. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന, അധികാരത്തിലേക്ക് പോകുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുക. കാനാനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ള വളർച്ച, ലോകരാജ്യത്തിൽ നിന്ന് പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വളർച്ചയാണ് അവിടെ പറയുന്നത്. അവിടെ പ്രതീകാത്മകമായിട്ടാണ്. പുതിയ നിയമകാലത്തേക്ക് വരുമ്പോഴോ അവിടെ ക്രിസ്തു പറയുന്നത് ശിശുത്വമുള്ളവരായിട്ട് മാറണം. ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്നതിനെക്കുറിച്ചാണ് ആലോചന. രാജ്യം മാറി. കാനാനല്ല വേണ്ടത് ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. നാം പ്രവേശിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കാണ്. സ്വർഗരാജ്യം ഒരു അധികാര കേന്ദ്രമല്ല. സ്വർഗരാജ്യം ഒരു സ്നേഹത്തിൻ്റെ രാജ്യമാണ്. അവിടെ നിഷ്കളങ്കതയാണ് ആവശ്യം. കളങ്കരഹിതമായ സ്നേഹം. എന്താണ് കളങ്കരഹിതമായ സ്നേഹം? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അല്ലാതെ സ്വയം അർപ്പണമായി സ്നേഹം. ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ട സ്നേഹം അതാണ്. അതുകൊണ്ട് പുതിയ നിയമം പറയുകയാണ്, നിന്റെ കൂടെ കാവൽ ദൂതനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നത് എന്താണ്? അത് മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കണം. നിന്റെ കൂടെ കാവൽ ദൂതനുണ്ട്. ആത്മീയ ശിശുത്വം പ്രാപിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിഷ്കളങ്കമായി സ്നേഹിക്കുമ്പോൾ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സംരക്ഷണം നിന്റെ കൂടെയുണ്ട്. നീ ഒരു ചെറിയവനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്റെ കൂടെ ദൈവദൂതനുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അവരുടെ കൂടെയും ദൈവത്തിൻ്റെ ദൂതനുണ്ടെന്ന കാര്യത്തിലേക്കാണ് വരിക. പഴയ നിയമം ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് പറയുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ നീ ആരെയും ശത്രുവായി കണ്ടുകൂടാ. അവരിലെ കുറവുകൾ നീ പറഞ്ഞുകൂടാ. കാരണം അവിടെ ദൈവരാജ്യത്തിൻ്റെ സംരക്ഷണം അവനുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ മാലാഖമാർ ഇക്കാര്യം പറയും. അതുകൊണ്ട് നിന്ദിക്കുക പോലും അരുത് എന്നിടത്തേക്കാണ് പുതിയ നിയമത്തിൽ ചേരുക. യേശുക്രിസ്തുവിലുണ്ടായ മാറ്റം നമ്മൾ കണ്ടില്ലേ?
പഴയ നിയമത്തിൽ എതിരാളിക്ക് എതിരാളിയായിരിക്കുമെന്ന് പറയുന്ന ദൈവം ഇവിടെ എതിരാളിയായി ആരും ഉണ്ടായിക്കൂടാ, അവരെന്നെ ശത്രുവായി കണ്ടുകൂടാ, അവരുടെ കുറവുകൾ വിളിച്ചു പറഞ്ഞുകൂടാ എന്നിടത്തേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ ശത്രുതാഭാവം ഉണ്ടായിരുന്നതിനെ മിത്രഭാവത്തിലേക്കും, മിത്രത്തിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ ഉയർന്ന തലത്തിൽ ദൈവത്തിൻ്റെ സ്വന്തമാണ് നാം കാണുന്ന ഓരോ അപരത്വവും എന്ന തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. ഈ അപരത്വത്തെ സംരക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവരുടെ ദൂതന്മാർ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെക്കുറിച്ച് നിന്ദാവചനങ്ങൾ പോലും പറഞ്ഞുകൂടാ എന്നിടത്തേക്ക് പുതിയ നിയമം എത്തിച്ചേരുക. ഇനിയാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ ഈ വാക്കുകളെ നാം സ്വീകരിക്കുന്നതെന്ന് ആലോചിക്കേണ്ടത്. നമ്മൾ നിഷ്കളങ്കരായിരിക്കണമെന്ന വചനം പറയാം. കളങ്കരഹിതരായിരിക്കണം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതെ സ്നേഹിക്കാൻ കഴിയണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഞാൻ കൊടുത്താൽ എനിക്ക് കിട്ടണം. വാസ്തവത്തിൽ അങ്ങനെയല്ല. മറ്റുള്ളവർ നമ്മോട് എന്ത് ചെയ്യുന്നു എന്നല്ല, അവർ തിരിച്ചു തരുന്നുണ്ടോ എന്നുള്ളതല്ല, നമ്മൾ കൊടുക്കാൻ വന്നവരാണെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. ആധ്യാത്മിക ശിശുത്വം അതാ. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ അതാ. ഞാൻ എനിക്ക് വേണ്ടിയല്ലാതെ അവർക്ക് വേണ്ടിയായിത്തീരുക. നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്ന കുട്ടികളെപ്പോലെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെപ്പോലെ ആയിത്തീരണമെന്നാണ്. ആ അർത്ഥത്തിലല്ല. ദൈവരാജ്യത്തിൻ്റെ മനോഭാവത്തിലേക്ക് വരണം. കുട്ടി ആരോടും ശത്രുത പുലർത്തുന്നില്ല. കുട്ടിക്ക് ആരും ശത്രുവായിട്ടില്ല. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന കുട്ടി ശത്രുത ആരംഭിക്കുന്ന എപ്പോഴാണ്? അറിവുണ്ടാകുമ്പോഴല്ലേ. ലോകത്തിൻ്റെ അറിവുണ്ടാകുകയും തരംതിരിച്ച ആളുകളെ പഠിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന എപ്പോഴാണ്? ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വിവിധ മതസ്ഥരായ കുട്ടികളുണ്ടായിരുന്നു. സൈനുദ്ദീൻ ഉണ്ടായിരുന്നു, രവി ഉണ്ടായിരുന്നു, ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു, അതേപോലെ നിരവധി കുട്ടികൾ. മാർട്ടിൻ എന്ന് പറഞ്ഞ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ആൻ്റണി ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കൂടെ ജീവിക്കുമ്പോൾ ഇവരൊക്കെ വേറെ മതത്തിൽപ്പെട്ടവരാണെന്നോ ഇവരുടെയൊക്കെ വീട്ടിൽ നമ്മൾ ചെന്നാൽ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്നില്ല. സൗഹൃദത്തിന് ഈ മതവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഭയങ്കര ക്ലാസ് മുറി തിരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ നമ്മൾ മതേതരത്വം എന്നതിനെക്കുറിച്ച് പറയും. ഇത് മതേതരത്വമൊന്നും അല്ലെന്നേ, മനുഷ്യത്വം. ഈ മനുഷ്യത്വം തിരിച്ചറിഞ്ഞിരുന്നത് കൊണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും വേർപെട്ടൊരാളായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല. ഞങ്ങൾ രവിയുടെ വീട്ടിൽ പോകുമായിരുന്നു. രവി ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയ കുട്ടിയാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ രവിയുടെ വീട്ടിൽ സ്ഥിരം പോയിരുന്നു. വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു നായർ കുടുംബം. നായരാണെന്നൊക്കെ നമുക്ക് ഓർമ്മയില്ലെന്നേ. നമ്മളവരുടെ വീട്ടിൽ കയറി ചെല്ലും, അവർ വിളിച്ചകത്തിരുത്തും, കട്ടൻ കാപ്പിയും ശർക്കരയും തരും. അതേ അവിടെ ഉള്ളൂ. അവരോടൊപ്പമായിരുന്നു. നമുക്ക് ഒരാളെയും വ്യത്യസ്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഹൃദയത്തിൽ അകലം പാലിക്കാതെയുള്ളൊരു കാലത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഹൃദയപരമായി വിഭജനങ്ങളില്ലാത്തൊരു കാലം. നമ്മളിന്ന് ആലോചിച്ച് നോക്കേണ്ടത് എത്രത്തോളം വിഭജിതമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കണേ. നമ്മൾ ആദ്യം തന്നെ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, ഒരു മതമെന്ന നിലയ്ക്ക് സ്വയം ഭാഗിക്കും. എന്നിട്ട് ഇസ്ലാമിനെയും ഹിന്ദുവിനെയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തും. നമ്മൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ മനുഷ്യത്വം ഇല്ല. എല്ലാ മനുഷ്യരൊന്നും ഇല്ല നമ്മളെന്ന് പറയുമ്പോൾ. നമ്മളെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ. അതിനകത്തേക്ക് വന്നാലോ സീറോ മലബാർ, ചിലർ ലാറ്റിൻ, ചിലർ ജ്ഞാനായ, എല്ലാവരും സ്വയം ഇറുക്കിപ്പിടിക്കുകയാണ്. ഈ ഇറുക്കിപ്പിടുത്തങ്ങൾ യഥാർത്ഥത്തിൽ നിഷ്കളങ്കഭാവത്തിനെതിരാണ്. മനുഷ്യൻ എന്ന പരമാർത്ഥത്തെ, ക്രിസ്തു മനുഷ്യാവതാരം കൊണ്ട് മഹത്വപ്പെടുത്തിയ മനുഷ്യത്വത്തെ എല്ലാവരിലും ദർശിക്കാൻ കഴിയണം. പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ, ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മൾ നിന്ദിക്കുകയാണിപ്പോൾ. ഈ അപരത്വത്തെ എതിർഭാഗമാക്കി കണ്ട് അപരം എന്നത് ശത്രുവാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ ഇരവാദം ഉന്നയിച്ച് നമ്മൾ ആക്രമിക്കപ്പെടുന്നവരാണ്. കലകൾ നമുക്കെതിരാണ്, മനുഷ്യർ നമുക്കെതിരാണ് എന്നൊക്കെ വിഭജനങ്ങൾ ഉണ്ടാവുന്നു. ഇനിയോ സീറോ മലബാർ എന്ന് പറയുമ്പോഴും അവിടെ രൂപതകൾ തമ്മിൽ കാൽവീഴ്ച ഉണ്ടാവുന്നു. ഞാൻ ഇന്ന രൂപതക്കാരൻ, അങ്ങനെ വന്ന് ഞാൻ ഇന്ന തറവാട്ടുകാരൻ, ഞാൻ ഇന്ന വീട്ടുകാരൻ, ഞാൻ എന്നിടത്തേക്ക് സങ്കുചിതമായി പോകുന്ന ഈ പറഞ്ഞ വിഭജന സ്വഭാവത്തെ, അല്ലെങ്കിൽ വ്യക്തികേന്ദ്രീകൃതമായി പോകുന്ന അഹത്തിൻ്റെ വളർച്ചയെ നിഷേധിക്കണമെന്നാണ് ശിശുത്വം പറയുന്നത്. ഒരു കുട്ടി
തന്നെ എടുക്കുന്ന എല്ലാവരും എടുത്തു പോകും, എല്ലാവരെയും നോക്കി ചിരിക്കും. ആ കുട്ടിക്ക് ആരോടും എതിർപ്പില്ല. പക്ഷേ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആരോടൊക്കെ എതിർപ്പുണ്ടോ, ക്രമേണ അവരോടൊക്കെ കുട്ടി എതിർപ്പുള്ളവനായിട്ട് മാറുന്നു. വളർത്തിയെടുക്കുകയാണ് നമ്മൾ, ശത്രുത വളർത്തുന്നവരായി നമ്മൾ മാറുന്നു. ആനുകാലിക ചുറ്റുപാടിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ്. നമ്മുടെ അയൽപക്കങ്ങളെ, നമ്മുടെ സമൂഹത്തെ മാറ്റി നിർത്താൻ പരിവർജകത്വം എന്ന എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു അബദ്ധത്തെ നമ്മളിപ്പോൾ ചുമലേറ്റാൻ തുടങ്ങി. ഈശോ എല്ലാവർക്കും വേണ്ടിയാണ് ഭൂമി വന്നത്, എല്ലാവരോടും കൂടെ ആയിരിക്കാനാണ് വന്നത്. അതുകൊണ്ട് യേശു സമരിയാക്കാരെയും കാനാൻകാരെയും എല്ലാം ഒരുപോലെ കണ്ടു, അവരുടെ കൂടെ സഞ്ചരിച്ചു, അവരോട് പ്രസംഗിച്ചു, അവർക്ക് അപ്പം മുറിച്ച് വിളമ്പി, അവരെ സുഖപ്പെടുത്തി. കാരണം എന്താ? യേശു എല്ലാവരുടെയുമാണ്. ഈ ഒരു ബോധ്യത്തിൽ അപരത്വത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാവൽ ദൂതന്മാർ നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്കുള്ളതുപോലെ തന്നെ അപരൻ്റെ കൂടെയും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്നും ആ അപരന് വേണ്ടി സുരക്ഷിതത്വം ഒരുക്കുന്നവർ അവരാണെന്നും ആ അപരൻ നേരിടുന്ന നിന്ദകൾ, അവൻ അനുഭവിക്കുന്ന വേദന ദൈവസന്നിധിയിൽ അവൻ പറയുമെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. ഇങ്ങനെ സാഹോദര്യത്തിലൊന്നിയ ഒരു ജീവിതം നയിക്കണമെന്ന പ്രത്യേകമായ സവിശേഷമായ പ്രബോധനമാണ് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ? പഴയ നിയമത്തിൽ നിന്റെ ശത്രുക്കൾ ഞാൻ ശത്രുവായിരിക്കുമെന്ന് പറഞ്ഞിടത്തും തുടങ്ങി, നീ ആരെയാണോ നിന്ദിക്കുന്നത് അവരുടെ ദൂതന്മാർ എൻ്റെ മുൻപിലുണ്ട്, ഇതവർ എന്നോട് പറയും, അവരെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നിന്ദിക്കരുത് എന്നിടത്തേക്കെത്തി സ്നേഹത്തിൻ്റെ പരിപൂർണതയായ ക്രിസ്തുവിൽ ജീവിക്കാൻ സ്വയം സമർപ്പിക്കേണ്ടതാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രബോധനം. അങ്ങനെ സുവിശേഷത്തെ, ആനുകാലിക സന്ദർഭത്തെ ജീവിതവുമായി കൂട്ടിവിളക്കുന്ന ഒന്നായിട്ട് അവതരിപ്പിക്കുന്നു കുർബാനയിൽ. ഇതൊരു പഴയ നിയമത്തെ പ്രതീകത്തിൽ നിന്നാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം നിയമത്തെ ചോദ്യം ചെയ്തവരാണ്, അതിലുള്ള കുറവുകളെക്കുറിച്ച് പറഞ്ഞവരാണ്, അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും കുടുങ്ങിപ്പോകുന്ന ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പ്രഘോഷിച്ചവരാണ്. ആ പ്രഘോഷണ പരമ്പരയുടെ തുടർച്ചയായി ക്രിസ്തുവിലൊരു നവജീവിതം എങ്ങനെയാണ് സാധ്യമാകുക എന്നതിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നവരായി പുരോഹിതർ മാറുന്ന കുർബാനയിൽ വചന ശുശ്രൂഷ അപ്രകാരം നമ്മെ ആത്മീയ ഔന്നത്യത്തിലേക്ക് ഉയർത്തുന്ന, സ്നേഹത്തിലേക്ക് ഉയർത്തുന്ന, ക്രിസ്തുവിൽ ജീവിതം സമർപ്പിക്കാനും മുറിച്ചു വിളമ്പാനും ശക്തിപ്പെടുത്തുന്ന വചനമായിട്ട് മാറും. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുർബാനയിൽ വചന ശുശ്രൂഷയിൽ ഒരു പഴയ നിയമ പ്രതീകമിരിപ്പുണ്ട് എന്ന കാര്യം അറിയണം. ഏശയായാലും ജെറമിയായാലും എസെക്കിയേലായാലും മിക്ക പ്രവാചകൻ വരെയുള്ള പ്രവചന വാക്യങ്ങൾ, ആ പ്രവചന ഭാഗം യഥാർത്ഥത്തിൽ പ്രബോധനപരമായ ഒന്നായി പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ പ്രബോധനങ്ങളായിട്ട് വരുന്നു. ക്രിസ്തുവിൽ പൂർത്തിയായ ഈ പ്രബോധനം ആനുകാലിക ലോകത്തെ പ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന അപ്പോസ്തലിക പ്രബോധനമായി നമുക്ക് പകർന്നു നൽകുന്നു. അങ്ങനെയാണ് കുർബാനയിൽ ഈ വചന ശുശ്രൂഷ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നായിട്ട് മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാം. വചനം പഴയ നിയമം നേരിട്ട് സ്വീകരിക്കുകയല്ല, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്ന് ലേഖന ഭാഗത്തിലൂടെ വന്ന് പുതിയ നിയമം ആനുകാലിക ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന പ്രയോഗ വഴിയായി അപ്പോസ്തല പ്രബോധനം വഴി നമുക്ക് ലഭ്യമാകുന്നു എന്നിടത്തേക്ക് എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ് പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ നമുക്ക് അനുഭവവേദ്യമായി മാറുക. ഇങ്ങനെ ഒരു ബോധ്യത്തോടെ കുർബാനയെ സ്വീകരിക്കാനും കുർബാനയിൽ വചന ശുശ്രൂഷയിൽ പങ്കുചേരാനും എനിക്ക് നിങ്ങൾക്കും ശക്തി ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.